പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത് കനോണിൻ്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഇങ്ക് ടാങ്ക് പ്രിൻ്ററായ കനോൺ മാക്സ് 5 GX2070 എന്ന പ്രിൻ്ററിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ഉള്ളൊരു ഫുൾ വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് അടുത്തുള്ള കനോണിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിലോ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യണം. അവരുടെ എഞ്ചിനീയർ വന്നാണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എങ്കിൽ മാത്രമേ കറക്റ്റ് വാറൻറ്റി കിട്ടുകയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് പ്രിൻ്റർ വരുന്നത്. പ്രിൻ്ററിൻ്റെ ബോക്സിൻ്റെ പുറത്ത് തന്നെ പ്രിൻ്ററിൻ്റെ ഏകദേശം സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നേരെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ചെറിയൊരു പേപ്പേഴ്സ് ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ട് എന്തോ ഗവൺമെൻറ് റൂളിൻ്റെ എന്തോ ഒരു പേപ്പറാണ് അത് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ വായിച്ച് നോക്കുക. പിന്നെ ഇവിടെ സൈഡിൽ മറ്റൊരു പാക്ക് കാണാൻ സാധിക്കും. ഒരു ബോക്സ് പാക്കാണ് വരുന്നത്. അതിൽ കുറേ മൊഡ്യൂൾസ് ഉണ്ട്. ഇങ്ക്, ഹെഡ്, കേബിൾസ് അതെല്ലാം വരുന്നത് ഈ ഒരു ബോക്സിൻ്റെ അകത്താണ്. അത് ഫുള്ള് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ യൂസർ മാനുവൽ എല്ലാം അതിലാണ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ. പ്ലാസ്റ്റിക് റിലേറ്റഡ് ആയിട്ട് എന്തോ ഗവൺമെൻറ് റൂൾ എന്തോ ആണത്. മാറ്റി വെക്കാം. നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ എങ്ങനെ ഫസ്റ്റ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്തുള്ള കനോണിൻ്റെ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവർ വന്നാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതാണ്. ശേഷം ഈ കാണുന്ന 4 പേപ്പർ പീസ് ഉണ്ടല്ലോ, അത് മാറ്റി വെക്കുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻ്റർ ബോക്സിൽ നിന്നും പുറത്തോട്ട് വെക്കണം. ഈ ഒരു മൊഡ്യൂളുണ്ട്. ഈ ഒരു പേപ്പറിൻ്റെ ഈ ഒരു ചട്ടപ്പെട്ടി മാറ്റി വെക്കുക. ശേഷം നമ്മൾ പ്രിൻ്റർ പുറത്തോട്ട് വെക്കുകയാണ്. ഓക്കെ, പ്രിൻ്റർ പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പാക്കിംഗ് കവറിൽ നിന്നും പ്രിൻ്റർ പുറത്തോട്ട് വെക്കുക. ഈ പാക്കിംഗ് കവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂടി വെക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പൊടി പടലങ്ങൾ കാര്യങ്ങളൊന്നും പ്രിൻ്ററിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രിൻ്റർ ഓൺ ആക്കരുത്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ ഓറഞ്ച് കളർ സ്റ്റിക്കേഴ്സ് ഇതിൽ കുറേ കാണുന്നുണ്ട്. അതെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം. എന്നിട്ട് മാത്രമേ പ്രിൻ്റർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഓരോന്നായി സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ കംപ്ലീറ്റ് ഓറഞ്ച് കളർ സ്റ്റിക്കേഴ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. അതാണ് നമ്മളെ ബോക്സ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 4 ഇങ്ക് ബോട്ടിൽസ് കൂടെ വരുന്നുണ്ട്. ബ്ലാക്ക്, സിയാൻ, മജന്ത, യെല്ലോ അങ്ങനെ 4 കളറിൻ്റെയും ബോട്ടിൽസ് വരുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കുന്നു. ഓരോന്നായി ഞാൻ മാറ്റി വെക്കുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം പിന്നെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങളെ 2 ഹെഡ്, പവർ കേബിൾ, USB കേബിൾ, പിന്നെ ഫാക്സിന് ആവശ്യമുള്ള ലാൻഡ് കേബിൾ എല്ലാം വരുന്നത്. ഈ മോഡൽ പ്രിൻ്റർ ഫാക്സ് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ടാണ് ആ ഒരു കേബിൾ അതിൽ വരുന്നത്. ജസ്റ്റ് അതും ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കണ്ടില്ല, ഇത് പവർ കേബിളാണ്. ഇത് USB കേബിൾ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്സിന് വേണ്ടിയിട്ടുള്ള ലാൻഡ് കേബിളാണ് വരുന്നത്. അതും വേണമെങ്കിൽ മാറ്റി വെക്കാം. പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും വരുന്നില്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് ഇതേപോലെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതിൽ കാര്യമായിട്ടൊന്നും വേറെ വരുന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ പവർ കേബിൾ എടുത്തിട്ട് പ്രിൻ്റർ ഓൺ ചെയ്യുകയാണ് വേണ്ടത്. പ്രിൻ്ററിൻ്റെ നേരെ പിറകു വശത്തെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നത്. ജസ്റ്റ് അവിടെ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രിൻ്റർ പവർ ഓൺ ചെയ്യുക. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റർ ഓൺ ആവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ മാറി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ കനോൺ കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്തൊരു മെസ്സേജ് വരുവോളം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക.
ഓക്കെ, ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. അവിടെ കൺഫർമേഷൻ കൊടുക്കുന്നു, യെസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ റീജിയൻ ആണ് ചോദിക്കുന്നത്. അവിടെ ഞാൻ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കറൻറ്റ് ഡേറ്റും ടൈമുമാണ് സെറ്റ് ചെയ്യാനുള്ളത്. അത് ഏതാണോ അത് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കുന്നുണ്ട് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യണോ. തൽക്കാലം അത് വേണ്ട, ഡിസേബിൾ കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പ്രോസസ്സിങ് ഉണ്ടാവും. ആ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മോട് ഈ ഡോർ മൊഡ്യൂൾ ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഹെഡ് ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ് ഇതിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഈ മൊഡ്യൂൾ ഒന്നായിട്ട് ഇതേപോലെ ഞാൻ ഒരു 45 ആംഗിളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്തുകൊണ്ട് സെൻറ്ററിൽ വന്ന് നിന്നിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും നമ്മോട് പുതിയ ഹെഡ് ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ കാരേജിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് ഓപ്പൺ ആയി വരുന്നതാണ്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കളർന്ന് ബ്ലാക്ക് ചെയ്ത് 2 സ്ലോട്ടുകൾ കാണാൻ സാധിക്കും. നമ്മൾ ഹെഡ് എടുക്കുന്ന സമയത്ത് ഹെഡിലും ഇതേപോലെ ബ്ലാക്ക് ആൻഡ് കളർന്ന് എഴുതിയത് കാണാൻ സാധിക്കും. അപ്പോൾ ഏതാണോ ഉള്ളത് അത് കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് ഇടണം. ഇപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്കാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്ലാക്കിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യുക. ബ്ലാക്ക് ഹെഡിൻ്റെ നേരെ ഹെഡ് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഓറഞ്ച് സ്റ്റിക്കർ മസ്റ്റായിട്ട് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാതെ ഒരിക്കലും അതിൽ ഹെഡ് ആ കാരേജിൽ വെക്കരുത്. അത് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ കാണുന്ന ബ്ലാക്ക് എന്നുള്ള സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് ഹെഡിനെ വെച്ചിട്ടുണ്ട് കാരേജിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കളറാണ്. അപ്പോൾ കളറിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് അതിന് ശേഷം ഹെഡ് എടുക്കുന്നു. അതിലും ഇതേപോലെ ഒരു ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ സാധിക്കും. അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ആ കളർ എഴുതിയ ആ സ്ലോട്ടിലോട്ട് കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ആ കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യണം. ഓക്കെ, യെസ്, ഞാൻ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഈ മുകളിൽ നിന്നും കാരേജിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് ലോക്ക് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ സ്കാനർ മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ വരുന്നതാണ്. യെസ്, ഇങ്ക് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. 4 ടാങ്കാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. ഓരോരോ ടാങ്കിൻ്റെ അവിടെ ഓരോരോ കളർ കോഡുകൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിൽ ആ ഒരു കളർ കോഡ് ഏതാണോ ആ കളർ ബോട്ടിൽ മാത്രമേ അതിലേക്ക് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാം പ്രിൻ്ററിൻ്റെ കൂടെ ഞങ്ങൾ നേരത്തെ കണ്ടു 4 ബോട്ടിൽ കൂടെ വന്നിട്ടുണ്ട്. ബ്ലാക്ക്, സിയാൻ, മജന്ത, യെല്ലോ, അങ്ങനെ 4 ബോട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും അതിൻ്റേതായ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത് ബ്ലാക്കിൻ്റെ ബോട്ടിലാണ്. നേരെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ടാങ്കിൻ്റെ ടോപ്പ് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് എന്ന് എഴുതിയ BK എന്ന് എഴുതിയ അവിടെ ജസ്റ്റ് ഒന്ന് ആ ടാങ്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ആവുന്നതാണ്. കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ ആ ബോട്ടിൽ എടുക്കുക. ആ ബോട്ടിൽ എടുത്തതിന് ശേഷം ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യണം. ഓക്കെ, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബോട്ടിൽ നേരെ നമ്മൾ ആ ടാങ്കിലേക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് വെക്കുക. ഓവർഫ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ക് ലീക്കായി പോകാനും സാധ്യതയില്ല. ഓക്കെ, കറക്റ്റായിട്ട് ആ സ്ലോട്ടിലോട്ട് വെക്കണം. യെസ്, കറക്റ്റായിട്ട് വെക്കുന്നതോടുകൂടി തന്നെ ടാങ്കിലേക്ക് ഇങ്ക് ഫില്ലാവുന്നത് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് തന്നെയാണ് ഇങ്ക് ഫില്ലാവുന്നത്. പഴയ മോഡലിനെ അപേക്ഷിച്ച് കുറച്ച് ഫാസ്റ്റാണ് ഈ മോഡൽ പ്രിൻ്ററിൽ ഇങ്ക് ഫില്ലിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ബ്ലാക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ ബോട്ടിൽ എടുക്കുന്നു, മാറ്റി വെക്കുന്നു. ടാങ്കിൻ്റെ ടോപ്പ് ക്ലോസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ഫിസിക്കലി ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ട്രാൻസ്പെറൻ്റായി കൊടുത്തിട്ടുണ്ട് ടാങ്കിൻ്റെ ലെവലുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കലായി കാണാൻ സാധിക്കുന്നതാണ്. ശേഷം സിയാനാണ് നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. സിയാൻ്റെ ബോട്ടിൽ എടുക്കുക. ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ബോട്ടിലിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരെ ആ ബോട്ടിൽ എടുത്തുകൊണ്ട് ആ സിയാൻ എന്ന് എഴുതിയ ടാങ്കിലേക്ക് നമ്മൾ ഇതേപോലെ വെക്കുക. ഓട്ടോമാറ്റിക്കലി തന്നെ അതും പെട്ടെന്ന് തന്നെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സിയാനും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മജന്ത ടാങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ ആ ബോട്ടിൽ എടുക്കുന്നു. ബോട്ടിൽ എടുത്തതിന് ശേഷം ടോപ്പ് റിമൂവ് ചെയ്യുക. ഓക്കെ, റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരെ ബോട്ടിൽ നേരെ ആ ടാങ്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു. നേരെ ഇങ്ക് ഫില്ലാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ പ്രിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ നോൺ ജെന്യൂൻ ഇങ്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടാവുന്ന മാത്രമല്ല നിങ്ങളുടെ ഹെഡിന് ഡാമേജ് ആവും, നിങ്ങളുടെ പ്രിൻറ്റിങ് ക്ലാരിറ്റി തന്നെ ആകെ മാറിപ്പോകുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മജന്ത ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വണ്ണ് വരുന്നത് യെല്ലോ ആണ്. യെല്ലോ ടാങ്ക് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബോട്ടിലെടുത്ത് ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കുന്നു. ബോട്ടിൽ നേരെ അതിലേക്ക് വെക്കുന്നു. യെസ്, ടാങ്കിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കി ബോട്ടിൽ ഇതാ നേരെ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ സിമ്പിളായിട്ട് തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കലി തന്നെ ഇങ്ക് പെട്ടെന്ന് ഫില്ലാവുന്നതാണ്.
അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ക് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്, ഹെഡ് ലോഡിങ്ങും ഹെഡ് ഇൻസേർട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ അടുത്ത കമാൻഡ് എന്താണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഞാൻ ടാങ്ക് ടോപ്പ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഓക്കെ എന്ന് കൊടുക്കുന്നു. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓക്കെ എന്ന് കൊടുക്കാൻ കാണാം. ഓക്കെ എന്ന് കൊടുക്കുന്നതോടുകൂടി നമ്മോട് പറയുന്നത് ജസ്റ്റ് കുറച്ച് പേപ്പേഴ്സ് വെക്കാനാണ്, 2-3 A4 പേപ്പർ വെക്കാനാണ്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ട്രേ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ട്രേ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ആ ബ്ലൂ കളർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിലേക്ക് നല്ല 2-3 A4 പേപ്പർ ഞാൻ വെക്കുന്നു. അതിനുശേഷം ട്രേ ക്ലോസ് ചെയ്യുന്നു. യെസ്, പേപ്പർ വെച്ചിട്ടുണ്ട്. ട്രേ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സ്ക്രീനിൽ വീണ്ടും ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. അതിവിടെ സ്റ്റാർട്ട് പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ വരും. ഇത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മളെ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഏകദേശം 12 മിനിറ്റോളം വരും. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കറണ്ട് പോകാനൊന്നും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചാൽ അറിയാം 2-3 പേപ്പറൊക്കെ പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അത് കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ എടുക്കാൻ പാടുള്ളൂ. അതേ നേരത്തെ പറഞ്ഞ പോലെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റർ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സെൽഫായിട്ട് അൺബോക്സ് കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ അടുത്തുള്ള കനോൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവരുടെ എഞ്ചിനീയർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺബോക്സിങ്ങും ഫസ്റ്റ് സെറ്റപ്പ് എല്ലാം ചെയ്തു തരുന്നതാണ്. എന്തെങ്കിലും മാനുഫാക്ചർ ഡിഫക്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്താൽ ചിലപ്പോൾ റീപ്ലേസ്മെൻറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവർ വന്ന് ചെയ്യുന്ന സമയത്ത് അവർക്കത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് പുതിയ പ്രിൻ്റർ തരാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് നിങ്ങൾ അൺബോക്സ് കാര്യങ്ങൾ സ്വന്തം ചെയ്യാതെ നിങ്ങൾ അടുത്തുള്ള കനോൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. അവർ വന്നാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളും പിന്നെ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം തരുന്നതാണ്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. നമ്മൾ പ്രിൻറ്റിംഗ് ഒക്കെ നടക്കുന്നത് കാണാൻ സാധിക്കും. അലൈൻമെൻറ്റ് ചെക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അത് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേയിൽ പേപ്പർ വന്ന് നിൽക്കുന്നതാണ്. കണ്ടില്ലേ, ഇതേപോലെ പേപ്പർ വന്ന് നിൽക്കുന്നതാണ്. അതേപോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ കനോൺ ഇതിൻ്റെ ഒരു ഇതാണ്, നെക്സ്റ്റ് എന്ന് കൊടുക്കുക, ആവശ്യമില്ലാത്തതാണ്. പിന്നെ നെക്സ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡു നോട്ട് അഗ്രി എന്ന് കൊടുക്കുക. നമുക്കിപ്പോൾ തൽക്കാലം അത് ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് എന്നിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെറ്റപ്പ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ളത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അടുത്തുള്ള കനോൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വിളിച്ച് ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്യുക. ഏകദേശം നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.